വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഇതാ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ കുക്കറിലുള്ള മുട്ട ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മുട്ട ബിരിയാണിയിൽ ഞാൻ മുട്ട റോസ്റ്റ് ചെയ്തിട്ടില്ല. ചിലവർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങിയതിന് ശേഷം ആ പുഴുങ്ങിയ മുട്ടയില് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനീഗറൊക്കെ ഇട്ട് പരത്തി വെച്ചിട്ട് അത് ആദ്യം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കും. അതിനുശേഷം ആ റോസ്റ്റ് ചെയ്തിരിക്കുന്ന മുട്ടയാണ് ഗ്രേവിയിലോട്ട് ഇടുക. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴും എന്താ എനിക്ക് തോന്നിയത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ മുട്ട റബ്ബർ പോലെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ആ പ്രൊസീജിയർ ചെയ്യാതിരുന്നത്. അതേസമയം കാണാൻ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴും, പക്ഷെ റബ്ബർ പോലെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അത് ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, വീഡിയോയിൽ ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അതേസമയം എന്താ പറയാ, അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾ നമ്മുടെ ചിക്കൻ ബിരിയാണി, കുക്കറിലുള്ള ചിക്കൻ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ചെയ്ത് നോക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന കുട്ടികളുടെ പ്രിയപ്പെട്ട നൂഡിൽസ്, അതിന് മുമ്പത്തെ മഞ്ച്കിൻസ് ഒന്നും ഒരുപാട് പേര് കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ ഞാൻ റെസിപ്പി ഇടുന്നുണ്ട്, പക്ഷെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു ചെറിയ സങ്കടം പോലെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ കാണാൻ മറക്കരുത്. പൊട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിരിയാണി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ദിവസങ്ങളായിട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്ന കുക്കർ മുട്ട ബിരിയാണി ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഞാൻ ബസ്മതി റൈസ് ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ ഒരു അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം വെള്ളം കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, ഇതെല്ലാം കൂടി ജസ്റ്റ് ഒരു ചോപ്പറിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി. ഓവറായിട്ട് അരയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതും ഇല്ലെങ്കിൽ നിങ്ങൾ ചെറുതായി ഇരിഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയുള്ളി ഒഴിവാക്കാം. ഓക്കെ, അതിന് പകരമായിട്ട് നമ്മൾ സവാളയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇത് ഞാനൊരു 6 കഷ്ണം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 20 ചെറിയുള്ളി, ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. 2 സവാള വളരെ നൈസൊക്കെ അരിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ എങ്ങനെയാണ് സവാള വളരെ നൈസൊക്കെ അരിയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 4 ടൈപ്പ് സവാള കട്ടിങ് രീതി. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ 6 കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 4 എണ്ണം ഇതിലിട്ട് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഇടണം. 2 എണ്ണം ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുക്കർ ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ്, ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെടുക്കുക, നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് തീ വയ്ക്കുക. അപ്പോൾ നെയ്യ് നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നെയ്യിന് പകരമായിട്ട് ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ വെളിച്ചെണ്ണയിൽ സാധാരണ രീതിയിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറില്ല. പക്ഷേ ഒരുപാട് പേര് പറയാറുണ്ട് കേട്ടോ, ഒരു വെളിച്ചെണ്ണയിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ ഉരുക്കാത്ത നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യിന് പകരം ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നെയ്യിൻ്റെ ടേസ്റ്റ് ബട്ടറിന് കിട്ടില്ല കേട്ടോ. നെയ്യ് ഉരുകിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അവസാനം ഈ സ്പൈസസ് എടുത്ത് കളയണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈസസ് കളയാൻ മറന്നുപോയി. ജാൻചേട്ടൻ ഫുഡ് കഴിച്ച് 2ാമത്തെ വായയിൽ കിട്ടിയത് ഈ ഏലക്കായാണ്. അതോടുകൂടിയ പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കിനി വേണ്ടാന്ന് പറഞ്ഞു. എപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല, പക്ഷെ അന്ന് എന്തോ മറന്നുപോയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഒരു ഏലക്കായ നമ്മളെ വായിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ട് മാക്സിമം അപ്പോൾ എണ്ണം ഓർമ്മിക്കണമെങ്കിൽ ഞാനിപ്പോൾ കറക്റ്റ് എണ്ണ ഓർത്തിട്ടുണ്ട്. അപ്പോൾ എടുത്ത് കളയാൻ നമുക്ക് എളുപ്പമായിരിക്കും. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് കൂട്ടിട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് ആദ്യം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ടുണ്ട്, നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിയുടെ കൂട്ട് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഗോൾഡ് കളർ വരുന്ന വരെ അങ്ങ് വഴറ്റി കൊടുക്കാം. ഇതേ അപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കളർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഒരു ലൈറ്റായിട്ടൊരു മധുരം വരും. അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വഴറ്റാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണം കേട്ടോ, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബിരിയാണി ഒന്നിനും കൊള്ളില്ല. അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലോട്ട് തീ കുറച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിരിയാണി മസാല 1/2 ടീസ്പൂൺ. ബിരിയാണി മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായി ഗരം മസാല ഉപയോഗിച്ചാലും മതി. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ആ
നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയുടെയൊക്കെ ആ ഒരു പച്ചച്ചുവ മാറണം. അപ്പോൾ മസാലയുടെയൊക്കെ ആ ഒരു കുത്ത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പുതിന മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം ഒരു കൈയോളം. പുതിന കുറവും മല്ലിയില കൂടുതലുമാണ്. ഒരു 1/4 ഭാഗം പുതിന 3/4 ഭാഗം മല്ലിയിലയാണ് കണക്ക്. അപ്പോൾ ഈ ഒരു കൈ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പുതിനയും മല്ലിയില ഇടുമ്പോഴാണ് ബിരിയാണിയുടെ വാസന വരിക. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി 2 മീഡിയം തക്കാളിയാണ്, നന്നായി പഴുത്തിട്ടുള്ള 2 മീഡിയം തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. നന്നായിട്ട് ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് പൈനാപ്പിളിൻ്റെ പീസസ് ഇടുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പൈനാപ്പിൾ ഇതിൽ നിർബന്ധമേ ഇല്ല, പക്ഷേ പൈനാപ്പിൾ ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ടേസ്റ്റുമാണ് നമ്മുടെ ബിരിയാണിക്ക് വരിക. അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ ഒരു കുറച്ച് പൈനാപ്പിൾ, ഇത്ര മാത്രം മതി. ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാവുന്ന ഒരു ഐറ്റമാണത്. ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബിസ്തയാണ്. ഒരു പിടി ബിസ്ത, അതായത് സവാള പൊരിച്ചത്. ഞാൻ ഓൾറെഡി പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സവാള നൈസാക്കി അരിഞ്ഞിട്ടുള്ളത്. ഞാൻ സവാള നൈസാക്കി അരിഞ്ഞ് ഇന്നലെ കാണിച്ചു തന്നില്ലേ, അതുപോലെ തന്നെ അരിഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഒരു കൈപ്പിടി കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ ബാക്കി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം. എല്ലാം കൂടി ചേർത്തിട്ട് ഇനി നല്ല തക്കാളി നന്നായിട്ട് കുക്കാവണ വരെ നമുക്കിതങ്ങ് അടച്ച് വെച്ചിട്ട് വേവിക്കാം. വെറുതെ ഒന്ന് മൂടി വയ്ക്കുന്നുള്ളൂ കേട്ടോ. ഇതേ നമ്മുടെ സവാള നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് അങ്ങ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് എന്ന് പറയുന്നത് 4 ടേബിൾ സ്പൂൺ തൈര് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒരുപാട് പുളിയുള്ളതാവരുത്, ചെറിയൊരു പുളിയുള്ള തൈര് മതി. ഇനി നമുക്കിതിലോട്ട് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് വരഞ്ഞ് കൊടുക്കണം. കോഴിമുട്ടയുടെ ഉള്ളിലോട്ട് മസാല ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണത്. മുട്ടയുടെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ 4 എടുക്കുന്നുള്ളൂ. 4 വരഞ്ഞ മുട്ട ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റോളം ഈ മസാലയിൽ കിടന്നിട്ട് നമ്മുടെ മുട്ട ഒന്ന് കുക്കാവട്ടെ. ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്, എന്നാലും കുറച്ചൊക്കെ മസാല ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റിൻ്റെ സമയം പറയുന്നത് കേട്ടോ. ഇത് തന്നെ ഒരു കറിയായിട്ട് ഉപയോഗിക്കാൻ തോന്നും. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ ഒരു വലിയ ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ പുളിയില്ലാത്ത തൈരായതുകൊണ്ടാണ് ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. തൈര് ഒഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരിക. ഇനി നമുക്ക് ഒരു നുള്ള്, എൻ്റെ പൊടിക്കൈയാണ്, ഒരു നുള്ള് പഞ്ചസാര. അത് നിർബന്ധമൊന്നുമില്ല. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ളി ഇടാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ഇടരുത്. ഓക്കെ, ഇനി നമുക്കിതിലോട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് അരിയാണേ, ബസ്മതി റൈസ്. ഇപ്പോൾ 2 ഗ്ലാസ് ബസ്മതി റൈസ് ഏത് ഗ്ലാസ്സിലാണോ നിങ്ങൾ അളന്നിട്ടുള്ളത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ വെള്ളം അളക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തിയെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഈ സൈഡിലൊക്കെ ഉണ്ടാവും, സൈഡിൽ നിന്നൊക്കെ വടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലോട്ട് 3.5 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ തൈരിൻ്റെ അളവ് കുറവാണ് ചേർക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 3.25 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുള്ള കാരണമാണ് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിരിക്കുന്നത്. 3.5 ഗ്ലാസ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൈമ റൈസ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈമും കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഒരു 9 മിനിറ്റ് ഒക്കെ വേണ്ടി വരും 7 മിനിറ്റിന് പകരമായിട്ട്. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഒരു 4 ഗ്ലാസ് ഒക്കെ വേണ്ടി വരും, ഇരട്ടി വെള്ളം. കാരണം ഞാൻ ചെയ്യാറില്ല ഒരിക്കലും കുക്കർ ബിരിയാണി കൈമ റൈസ് വെച്ചിട്ട്. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചിക്കൻ വെച്ചിട്ടുള്ള കുക്കർ ബിരിയാണിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവാണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഈ തിളയ്ക്കുന്ന വരെ മാത്രം കേട്ടോ. തിളച്ച് കഴിഞ്ഞ് വൺസ് നമ്മൾ കുക്കർ മൂടി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാൻ മറക്കരുത്. ഓവറായിട്ട് അങ്ങ് നമ്മളിങ്ങ് മിക്സ് ചെയ്യണ്ട, കാരണം അപ്പോൾ പിന്നെ ആ റൈസ് അങ്ങ് ഉടഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. ഫൈനലായിട്ട് എന്തെങ്കിലും കുറവുകൾ, അതായത് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, അതായത് ഒരുപാട് മുന്നോട്ടല്ല, എന്നാലും അത്യാവശ്യം ഉപ്പ് വേണം. എന്നാലാണ് ആ റൈസ് റെഡി ആയിട്ട് വരുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഉപ്പ് കുറവാണ് കേട്ടോ. മിക്സ് ചെയ്ത് കൊടുക്കുക പതുക്കെ. ഇതിൽ ബിരിയാണിയിൽ ഓവർ എരിവായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അധികം എരിവ് ഇട്ടിട്ടില്ല. എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എരിവ് ഇടാൻ മറക്കരുത്. ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കാൻ അനുവദിക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം തിള വന്നു കഴിഞ്ഞാൽ അടയ്ക്കുക. അടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല, വെയിറ്റ് വെക്കാൻ പാടില്ല. വെയിറ്റ് വെക്കാണ്ട് തന്നെ അടയ്ക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 7 മിനിറ്റ് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ കുറയ്ക്കാം, ലോ ഫ്ലെയിമിലോട്ട് ആക്കാം. അതിനുശേഷം അടച്ച് വെക്കാം. ഞാൻ പറഞ്ഞ പോലെ വെയിറ്റ് വെക്കരുത്. വെയിറ്റ് വെക്കാതെ തന്നെ 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ 7 മിനിറ്റ്. 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. ഓക്കെ, 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓഫ് ചെയ്യുകയാണേ. നമുക്കിനി മാറ്റി വെക്കാം, വേറെ ചൂടില്ലാത്ത അടുപ്പിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് അതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ കുക്കർ തുറക്കാം.
ഞാൻ അലാം വെച്ചിരിക്കുകയായിരുന്നു ഇവിടെ. എന്നിട്ട് ഇതേ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, അതേസമയം ഓവർ കുക്കായിട്ടുമില്ല. എന്നിട്ട് പതുക്കെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് മേലേക്ക് റൈസ് ഇങ്ങനെ കൊണ്ടുവരാം. ഫോർക്ക് തന്നെ ഉപയോഗിക്കണം, സ്പൂൺ കൊണ്ട് ചെയ്യാൻ പാടില്ല. സ്പൂൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈസൊക്കെ ഇങ്ങനെ ഉടഞ്ഞു പോകും. ഈ റൈസിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ടെക്സ്ചർ തന്നെ കംപ്ലീറ്റ് മാറും. അപ്പോൾ കംപ്ലീറ്റ് താഴ്ന്ന് മുകളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കുക്കറിൽ തന്നെ എടുത്ത് വെക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലോട്ടാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം മൊത്തത്തിൽ ഞാൻ ഒന്ന് ചോറ് മുകളിലേക്ക് കൊണ്ടുവരട്ടെ. ഇപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വെറ്റായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ചൂടാറുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും ഈ റൈസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനൊരു വായ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ, കൊതിയാവും. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും തൂക്കി കൊടുക്കാം. കുട്ടികൾക്ക് വലിയ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യണ്ട കേട്ടോ. അതുപോലെ തന്നെ പിസ്ത, അതായത് സവാള പൊരിച്ചത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത് കിട്ടാലേ നമുക്ക് ബിരിയാണി ലുക്ക് വരുള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഞാൻ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട പകുതി മുറിച്ചങ്ങ് വയ്ക്കുക. അപ്പോൾ ഇത്രയുള്ള പരിപാടി, നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ മുട്ട ബിരിയാണി. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് ഡേറ്റ്സ് പിക്കിളും അതുപോലെ തന്നെ റൈത്തയാണ്. റൈത്ത എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ റൈത്ത. പൈനാപ്പിൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു വാങ്ങിച്ചത്, അപ്പോൾ ഞാൻ വിചാരിച്ചു പൈനാപ്പിൾ റൈത്ത ആക്കാമെന്ന്. അപ്പോൾ അതാണ് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ഫീഡ്ബാക്ക് പറയുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, വേണി ചേച്ചി സാധാരണ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഇതേ എൻ്റെ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ട കുത്തിപ്പൊരിച്ചതാണ്, നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ. പിന്നെ മീനില്ലാത്ത മീൻകറി, ഇത് മത്തങ്ങ പരിപ്പെരിശ്ശേരി, പിന്നെ ഇത് പൊട്ടറ്റോ മെഴുക്കുവരട്ടി. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച്. പിന്നെ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്ന് മാത്രം, കാരണം നിങ്ങൾക്ക് കോമ്പിനേഷൻസ് ഇത് എപ്പോഴും കോമ്പിനേഷൻസ് സംശയമാണ്, എന്താണ് ഇതിൻ്റെ കൂടെ ചേരുക എന്നുള്ള ഡൗട്ടുകളൊക്കെ വരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, 2-3 കറി ഉണ്ടാക്കുക. ഒരു ഇച്ചിരി പുളിയുള്ള കുറച്ച് എരിവുള്ളതാണെങ്കിൽ പിന്നെ മറ്റേ കറിക്ക് അധികം എരിവില്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു തോരനോ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ കുശാലായി. വെജിറ്റേറിയൻസ് ആണെങ്കിൽ, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മീൻ ഫ്രൈയോ മീൻ കറിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മുട്ടയോ ആയിട്ടുണ്ടെങ്കിൽ സംഭവം സൂപ്പർ.